ഇതൊരു 1/2 കിലോ മേടിച്ച മീനുണ്ട്. അടിപൊളി സാധനം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കുറച്ച് നാളുകൾ വെച്ചിട്ടേ നമ്മുടെ പുഴയിൽ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറേ അധികം പരിപാടിയൊക്കെ അങ്ങ് ഒപ്പിക്കാൻ പോവുകയാണേ. ആദ്യം തന്നെ നമ്മുടെ ചെമ്മീൻ കൂടിൻ്റെ പരിപാടി കേട്ടോ. അത് കേട്ടോ, നമ്മുടെ കുടക്കൂടാണ്, ചെമ്മീൻ പിടിക്കുന്ന കുടക്കൂടെ. ഞാൻ ശരിക്കും ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അതിനിടുന്ന തീറ്റ ഇത് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ കാലിത്തീറ്റയില്ലേ, ഈ പശുവിനും ആടിനൊക്കെ തീറ്റ കൊടുക്കണം. ആ കാലിത്തീറ്റയായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ സിമ്പിൾ പരിപാടിയാണ്. ഇത് കുറച്ചെടുത്തിട്ട് ആ കൂടിനകത്തിട്ട് ഇട്ട ചായ. പിന്നെ ഇത് നമ്മുടെ പുഴയിൽ കേട്ടോ ഒരുവിധം വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് രാത്രി ചുമ്മാ നോക്കാൻ ഇറങ്ങാവേ. നമ്മുടെ കൂടിനകത്ത് തീറ്റ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെ, തീറ്റ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുടക്കൂട്, ചെമ്മീൻ കൂട് കേട്ടോ. നമ്മുടെ ഈ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ തീർത്തും ഇറങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി പരിപാടി കേട്ടോ. ഇതുപോലെ ചെമ്മീൻ കൂട് കുറച്ചങ്ങ് മേടിച്ചിട്ട് പുഴയുടെ അല്ലെ കായലിൻ്റെ തോടിനൊക്കെ സൈഡിൽ ഇങ്ങനെ തീറ്റ ഇട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാട്ടല്ലേ ഇഷ്ടംപോലെ ചെമ്മീൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ചെമ്മീൻ്റെ സീസണാണ്. നമുക്ക് പക്ഷേ ഇവിടെ പണി കിട്ടാൻ അറിയാമോ, ഇവിടെ മൊത്തം നീർനായുടെ ശല്യമാണ്. നമ്മുടെ ഈ പുതിയ കൂട് കേട്ടിട്ട് 10 കൂടി ഞാൻ പുതിയ എടുത്തിട്ട് പുഴയിട്ടാണ് കേട്ടോ. പുഴയിട്ട് മൊത്തം അവന്മാർ കടിച്ച് നശിപ്പിച്ച്. അപ്പോൾ നമ്മൾ രാത്രി മീൻ പിടിക്കാൻ ഇറങ്ങാമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാരണം അറിയാം. അത് ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കൃത്രിമ പരിപാടിയൊക്കെ ഉണ്ട്, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലെന്നേ. മൊത്തം ഇവന്മാരെ കൊണ്ട് മൊത്തം ഞങ്ങളുടെ ഇവിടെ നീർനായ കൊണ്ട് ശല്യമായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഈ കൂടെല്ലാം ഇട്ടിട്ട് കേട്ടോ. കൂട് മൊത്തം ഇട്ടിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാവേ. മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്താൽ രാത്രി മഴ പെയ്താൽ പണി പാളും. അപ്പോൾ കൂടെല്ലാം ഇട്ട് തീർക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ചെമ്മീൻ കൂടി ഇടുവാണേ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ആട്ടെ കുറച്ചുകൂടി ഇരുട്ട് അയക്കുമ്പോൾ നമ്മൾ 30 ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങാവേ. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ പുഴയിൽ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കും കേട്ടോ. മൊത്തം വെള്ളം തീർത്ത് മോശമായിരുന്നു കേട്ടോ. ഇന്നത് ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇറങ്ങി നോക്കട്ടെ, മീൻ വല്ലതും ഉണ്ടോ നോക്കാം. ഈ അടിയിൽ കൂടിയൊക്കെ ചെറിയ പുല്ലം നടപ്പുണ്ട് കേട്ടോ. തൂളി എന്ന് പറഞ്ഞ മീനെ വലുതുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. തീർത്ത് ചെറുതാണ് നടക്കുന്നത്. നോക്കട്ടെ, വലുതൊക്കെ ചിലപ്പോൾ കാണും. അത്യാവശ്യം ഒരുവിധം മുഴുത്തൊരു പുല്ല്. അയ്യോ, ഫസ്റ്റ് കണ്ടതിന് കുത്തിയിട്ട് കൊണ്ടുമില്ല. ആണ്ടത് നമ്മുടെ ചെമ്മീൻ കൂടി ഇരിക്കണം. അതിനകത്ത് ചെമ്മീനൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടത് കൂടുതലായിട്ടിരിക്കണ്ട. അത്യാവശ്യം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കേ ഈ മീനെന്നാരൊക്കെ നോക്കിയിട്ട് തിരിച്ച് വന്നിട്ട് പൊക്കാം കേട്ടോ. നേരത്തെ തന്നെ പൊക്കിയിലുള്ള വിഷയം അതെ, നിറച്ച് നീർന്നായ കാരണം രാവിലെ വരെ നേരത്തെ പോലെ കിടന്നു കഴിഞ്ഞാൽ മൊത്തം കൂട് നശിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് മീനൊക്കെ നോക്കി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന വഴി ചെമ്മീൻ കൂടും പൊക്കിക്കൊണ്ട് പോകാവേ. അവിടെ മുഴുത്ത പുല്ലം പോകും. ഉയ്യേ, അവിടെ കല്ലായിട്ടാവുന്നു മുപ്പല്ലി കൊണ്ട്. മുഴുത്ത പുല്ലനായിരുന്നു. അയ്യോ, ഇതുണ്ടതേ സെൻറ്ററിലെ കമ്പിയുടെ മോനെ ഇരിക്കണ്ട, വളഞ്ഞു പോയി. കല്ലേട്ടായിരുന്നു കൂത്തുകൊണ്ട്. കുഴപ്പമില്ല, വലുതായിട്ടൊന്നും വളഞ്ഞിട്ടില്ല, അത് മതി. ഈ കാണുന്ന ഏരിയ ഉണ്ടോ, ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ നീർനായ കയറിയിരിക്കണം കേട്ടോ. ഒരു ദിവസം ഞാൻ പകൽ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടക്കണം കേട്ടോ. അന്ന് നമ്മളൊന്നും ചെയ്തില്ല, കാരണം കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം. അതുകൊണ്ടേ നമുക്കൊരു പണി കാണിച്ചു തരാം. പടക്കം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇട്ട് പടക്കം ഒന്ന് പൊട്ടിച്ചില്ലെങ്കിൽ വിഷയനായിരുന്നു. നമ്മുടെ കൂട്, ചെമ്മീൻ കൂട് മൊത്തം ഇവന്മാരെ നശിപ്പിക്കും. നമ്മൾ പോയിട്ട് തിരിച്ചിങ്ങനെ വന്നാൽ നശിപ്പിക്കുക. കാരണം ഒരു പടക്കം കത്തിച്ച് എറിഞ്ഞ് അവന്മാരൊന്ന് പേടിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ തൊടിയവന്മാർ. തൽക്കാലം ഇത് മതി. ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ട് പിന്നെയും പൊട്ടിക്കാം. ഈ കാട്ടിലും നാട്ടിലൊക്കെ പന്നി ഇറങ്ങുമ്പോൾ പൊഴിച്ച് ഓടിപ്പിക്കണ പോലെ ഇപ്പോൾ നമ്മുടെ അവസ്ഥ. ഇവന്മാരെ ഓടിച്ചിട്ട് ഒരു രക്ഷയില്ല. ആണ്ട കിടക്കുന്ന പുല്ല്. അയ്യോ, മുഴുത്ത പുല്ലാണ്, പൊട്ട് കൊണ്ടുമില്ല. ഇവിടെ ഇങ്ങോട്ട് വേണ്ട ഓടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വള്ളം പെട്ടെന്ന് പോകുന്നത് പറഞ്ഞേ നമുക്ക് അങ്ങോട്ട് കുത്തിയിട്ട് കൊണ്ടുമില്ല. ഇവിടെ ആറ്റുചെമ്പിൽ നിൽക്കണം അടിയിലടി. കുത്തു കൊണ്ട് കേട്ടോ. കമ്പിയിലുണ്ടവൻ. പോലെ ഇത്ര നേരം കുത്തിയിട്ട് എല്ലാം പോവുമായിരുന്നു. ഈ ആശാൻ പോവാറ് ശരിയായില്ല. അതേ തന്നെ നമ്മുടെ ആറ്റുചെമ്പല്ലി, അടിപൊളി ടേസ്റ്റ്. അവിടെ കിടന്നു ദേ, കുഴപ്പമില്ല കേട്ടോ, ഒരുവിധം മുഴുത്താണ്. അവിടെ കിടക്ക്. നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് വന്നപ്പോഴേ വെള്ളം കലക്കലാട്ടോ. ഇങ്ങോട്ട് ഏറ്റവും ആയി വന്നതേ ഉള്ളൂ. അതാ ഒരു അടിപൊളി ആറ്റുചെമ്പല്ലി വേണ്ട. അതന്നെ ആണ്ട ചെറുമീൻ ചാടിപ്പോയി വേണ്ട. നമ്മൾ ആറ്റുചെമ്പലിനെ കുത്തിപ്പോയി. ആ മേളിൽ കയറി കിടന്ന ചെറുമീൻ. ഒരു മുഴുത്ത അങ്ങോട്ട് ചാടി ഓടിപ്പോയി. ആദ്യം അവനെ കണ്ടെന്നാട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ കിട്ടി, ഒരു ആറ്റുചെമ്പലി കിട്ടി. ചെറുമീൻ ചാടി രക്ഷപ്പെട്ടു കേട്ടോ. മുഴുത്ത ആറ്റുചെമ്പലി. നമുക്കൊരു ചെറിയൊരു പണി കിട്ടി കേട്ടോ. നമ്മുടെ വലിയ ടോർച്ചിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ. എന്നുവെച്ചാൽ കുറച്ച് ദിവസമായി ഞാൻ കുത്തിയിട്ടില്ലായിരുന്നു, മണ്ടത്തരായിപ്പോയി. ഇപ്പോൾ ഇതേ നമ്മുടെ സെറ്റലൈറ്റ് കുറിച്ചാണ് നോക്കാം കാണാൻ പറ്റുമെങ്കിൽ ഇതൊന്നും മീൻ പിടിക്കാവേ. ചെയ്യേണ്ട ഒരു അടിപൊളി കാഴ്ച കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഇതുവരെയും വരാത്ത ഒരാളാണ്.
ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പുല്ലൻകോഴി എന്ന് പറഞ്ഞ ഒരു സൈസ് കിളിയാട്ടാ. പുല്ലൻകോഴി, അതായത് നമ്മുടെ മീൻ പുല്ലെന്നല്ല, ഈ പുല്ലിൻ്റെ അരിയെ കുത്തി തന്നെ ഒരു സൈസ് കിളിയാട്ടാ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് പേരൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ അവനെ കൃത്യമായിട്ട് വിശദമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ. ഇത് ഇവിടെ കുറേ ആറ്റുചെമ്പിലി നിൽപ്പുണ്ട്, അവിടെ വലിയ പുല്ലൻ നിൽപ്പുണ്ട്, കുറേ മീനൊക്കെ നിൽപ്പുണ്ട്. ഇതിൽ നമുക്ക് നല്ല മീൻ ഏതാണെന്ന് നോക്കിയിട്ട് അവനെ തട്ടാതെ. ഏറ്റവും നല്ല മീൻ ആറ്റുചെമ്പിലാണ്, എന്നാലും വേറെ വലിയ ചെറുമീൻ വല്ലതും കിടപ്പുണ്ടെന്ന് നോക്കട്ടെ. ചെറുമീനൊന്നും കണ്ടില്ല കേട്ടോ. ഇതിനകത്ത് ആറ്റുചെമ്പ് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. നമുക്ക് വേണം ആ പുല്ലിൻ്റെ പണി കൊടുക്കാം. ഇതേവന്നെ ഇത് ഇറക്കണ്ട, അയ്യോ ഓടിലെ കാണിച്ചു തരാം. ഇതേ ഇറക്കണ്ട പുല്ല്, ഇതേ ഇറക്കണം. അവൻ്റെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വിഷയം എന്ന് വെച്ചാൽ ഇവനെടുത്ത് നമ്മൾ വള്ളത്തിട്ട് കഴിയുമ്പോൾ കേട്ടോ ഒരു പ്രപഞ്ചമുണ്ട് കേട്ടോ. കേട്ടാന്ന് പെടച്ച് വെള്ളം നശിപ്പിക്കും, അന്നേരം ബാക്കിയുള്ള മീൻ കൂടി ഓടിപ്പോവും. അവിടെ കിടക്കട്ടെ, നമുക്ക് തുടങ്ങി ആറ്റിയമ്പിൽ പോലെ കൊടുക്കാം. അയ്യോ തുടങ്ങി ഇതേ ചെറിയ ആറ്റിയമ്പിൽ നോക്കട്ടെ. മുഴുത്തുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ നിപ്പുണ്ട്, നിരന്ന് നിപ്പുണ്ട് ഇഷ്ടം പോലെ. വലുത് നമുക്ക് കുത്താം. നമ്മൾ വലുതിനെ കുത്താൻ സാധാരണ ഒന്നും കിട്ടാതിരിക്കുകയാണ് പതിവ്. നോക്കട്ടെ, മുഴുത്തുണ്ടാകും നോക്കട്ടെ. ഇതിൻ്റെ വിടവിൽ കിടപ്പുണ്ട്, വാല് മാത്രമേ കാണാവുള്ളൂ. നോക്കട്ടെ കിട്ടുമോ. ഈ കിടക്കുന്ന കൊടുത്ത് കുത്തു കൊണ്ടും തോന്നും കമ്പിയിൽ. അയ്യോ ഇല്ല, നമ്മുടെ വള്ളത്തിൻ്റെ അടിയിലായിട്ടൊരു നിൽപ്പുണ്ട്. അടിയിലല്ല, ഈ കുറ്റിയുടെ ഇട. പക്ഷെ നമ്മൾ വള്ളം ഇങ്ങനെ കിടക്കണോണ്ടേ പാടാ കുത്താൻ. നിൽക്കണാണ്. അയ്യേ കൊണ്ടില്ലത്. അതെ, മെയിൻ പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ മീനെ കുത്തി ഇങ്ങനെ രസിച്ചിരുന്നാലേ നമ്മുടെ ചെമ്മീൻ കൂട് മൊത്തം നീർന്നായേർ നശിപ്പിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ ചെമ്മീൻ കൂട് ആദ്യം പൊക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കുത്താൻ ഇറങ്ങാവേ. നമ്മുടെ ചെമ്മീൻ കൂട് പൊക്കാൻ പോകണേ. കയറുകളുടെ താവളത്തിൽ ഇട്ട ചെമ്മീൻ കൂടാകട്ടെ. നമ്മളിപ്പോൾ പടക്കം പൊട്ടിച്ച സ്ഥലത്താണ്. ചെമ്മീൻ ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണ രാവിലെ വരെ കിടക്കുമ്പോൾ നല്ലപോലെ ചെമ്മീൻ കയറണം. നമുക്ക് രാവിലെ വരെ ഇട്ട് കഴിഞ്ഞാൽ ചെമ്മീൻ ഉണ്ടായില്ല, നമ്മുടെ കൂടും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് പൊക്കും കേട്ടോ. ഇപ്പോൾ 10 മണിയായി. നോക്കട്ടെ, കുറച്ച് ചെമ്മീൻ കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്തൊന്നുമില്ലേ. ഓ, ഇത് 3-4 ചെമ്മീനുള്ളൂ കേട്ടോ. അതും കുഴപ്പമില്ല കേട്ടോ. ഒരു മുഴുത്ത ചെമ്മീനാണുള്ളത്. മെയിനായിട്ട് വിഷയം എന്നറിയാം, നമ്മൾ ഇത്തവണ വെള്ളപ്പൊക്കം പൊങ്ങിയില്ലോ. വെള്ളപ്പൊക്കം പൊങ്ങി വെള്ളമൊക്കെ വന്നാലേ ചെമ്മീൻ നല്ലപോലെ ഉണ്ടാവുള്ളൂ. അതിനടുത്ത് വളർത്തിരട്ടെ. അടുത്ത കൂടുതൽ ഇവിടെ ഇതിനകത്ത് കുറച്ച് ചെമ്മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് കണ്ണ് തിളങ്ങ കാണാം. എന്തേ അത് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പാടായിരിക്കും വെള്ളത്തിനടിയിങ്ങനെ പറഞ്ഞത്. ഇതുണ്ട്, ഈ കൂടിനകത്ത് മൊത്തം കണ്ണ് തിളങ്ങുണ്ടോ. അതിനകത്ത് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ചെമ്മീനുണ്ട്. വാ 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 കുറേ നേരം ഇട്ടാലേ നമ്മുടെ കഴുനാച്ചാർ വന്ന് മൊത്തവും നശിപ്പിക്കും. കൂടും കളയും, ചെമ്മീനും പോവും, എല്ലാം പോവും. അയ്യോ, കൂട് ഒടിഞ്ഞു പോയാൽ ഇതുണ്ട്. ഇതൊക്കെ കഴുനാകേറി നീർനാകേറി നശിപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ ഇതുണ്ടാ, ഇതിനകത്ത് നല്ലപോലെ ചെമ്മീനുണ്ട്. ഇതൊരു 1/2 കിലോ മേടിയ ചെമ്മീനുണ്ട് കേട്ടോ. ഇത് കേട്ടോ, അടിപൊളി, എല്ലാം മുഴുത്ത ചെമ്മീനാണേ. അപ്പോൾ ഇവന്മാരെയൊക്കെ എടുത്തേ വള്ളത്തെ ഇടട്ടെ കേട്ടോ. ചെമ്മീനൊക്കെ മുഴുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരുവിധം മുഴുത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കം വന്ന് നല്ലപോലെ വെള്ളം കിടന്നു കഴിഞ്ഞാൽ, കലക്ക വെള്ളം കിടന്നാൽ ഈ ചെമ്മീനൊക്കെ മുഴുക്കുള്ളൂ, നല്ലപോലെ ആവുള്ളൂ കേട്ടോ. അന്നേരം നമ്മൾ ഒരു കൂട് പൊക്കുമ്പോൾ തന്നെ എങ്ങനെ വെച്ചാൽ ഒരു കൂടിനകത്ത് തന്നെ 1 കിലോ അടുത്തൊക്കെ ചെമ്മീനുണ്ടാവും. നോക്കാം, നമുക്ക് എല്ലാ കൂടും പൊക്കട്ടെ, എന്തുകൊണ്ട് നോക്കാം. നമ്മുടെ ഈ കൂടിനകത്ത് ചെമ്മീൻ മാത്രമല്ല കേട്ടോ, വേറെ ഒരാളുണ്ട്. ഒരു ചെറുമീനാട്ടോ, ഒരുപാട് പോലെ അതൊന്നുമില്ല കേട്ടോ. ഇതുണ്ട, ഒരു ഇടത്തരം ചെറുമീൻ. അവനെ വള്ളത്തിട്ട് കാണിച്ചു തരാവേ. ഇതേടാ കണ്ട ചെറുമീൻ കണ്ട. നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചായിരുന്നു. നമ്മുടെ ചെമ്മീൻ കൂടിനകത്ത് ഒരു ചെറുമീൻ കിട്ടിയിട്ട് ചത്തുപോയത് കാണിച്ചായിരുന്നു. ഇതെൻ്റെ സംഭവം, ഈ ചെറുമീനും വരാൽ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, മേളി വന്ന് ഏറെടുക്കണമല്ലേ. അപ്പോൾ നമ്മുടെ ഈ കൂട് മുങ്ങിയല്ല കിടക്കണം. അപ്പോൾ ഇവർ ചത്തു പോകും കേട്ടോ, ഏറെടുക്കാൻ പറ്റാതെ വരുന്നത്. നമ്മൾ രാവിലെയാണ് പൊക്കണമെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ഉടനെ പൊക്കി കാരണം ഇവന് ജീവനോട് കിട്ടിയത്. കുഴപ്പമില്ലാത്ത ചെറുമീനാണ്, നമുക്ക് കറി വെക്കാൻ എടുക്കാൻ വേണം. ഈ കൂടിനകത്തൊരു അടിപൊളി സാധനം കേട്ടോ, നല്ല മുഴുത്തൊരു ആരാനുണ്ട് കേട്ടോ. ഇതുകൊണ്ടാ പനയാരാനാട്ടോ, നല്ല മുഴുത്ത ആരാന. ഇതിനകത്ത് ഇടിച്ച് വറുത്ത തന്നെ ടേസ്റ്റായിരിക്കും അറിയാം. ആരാൻ ഇടില്ല സാധനം. ഈ ആരാനും ചെറുമീനൊക്കെ ഇങ്ങനത്തെ കൂടിനകത്ത് കയറേണ്ട കാരണം അറിയാം. ഇതിനകത്ത് ഈ ചെമ്മീൻ കൂടാണ്ട് വേറെ പൊടിമീനൊക്കെ കയറും. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ കയറണം കേട്ടോ. ഇതുകൊണ്ടാ ചാടി പോകാൻ നോക്കി വള്ളത്തേട്ട് തെറ്റാം. ഇത് നല്ല കളറാട്ടോ, നല്ല മുഴുത്താണ്, അടിപൊളി സാധനം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പനയാരാന്നാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ മുഴുത്ത ആരാന്ന് പറഞ്ഞ പേരാണ് പനയാരാന്നുള്ളത്. ഇതെന്നെ വിഷയം വെച്ചാൽ എൻ്റെ വീട്ടിലിത് കറി വെക്കാൻ അടിക്കില്ല കേട്ടോ. അമ്മക്ക് പേടിയാണ് ഇതിനെ. മഞ്ഞിനെ കിട്ടിയാണെങ്കിൽ ഞാൻ തന്നെ
പൊളിച്ച് കൊടുക്കുമ്പോൾ അമ്മ കറി വെച്ച് തരും. ഇതിനെയും പൊളിച്ച് കൊടുത്താൽ കറി വെച്ച് തരും, പക്ഷേ എനിക്ക് മടിയാണ്. അമ്മയാകുമ്പോൾ പിന്നെ എല്ലാം കറി വെച്ച് ക്ലിയറായിട്ട് തരുള്ളൂ, നമ്മൾ കഴിക്കാൻ മാത്രം ചെന്നാൽ മതിയല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്കവാറും നമ്മുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും കൊടുക്കും. അടിപൊളി സാധനം ഉണ്ടോ. ഇവനെ എങ്ങനെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ അറിയാമോ, ഇവനെ നമ്മൾ തൊലിയൊക്കെ പൊളിച്ചിട്ട് പണ്ട് ഉരലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഉരലിനകത്തിട്ട് ഇടിക്കും. അതായത് നമ്മുടെ ഈ ഉപ്പും മുളകും മറ്റേ ചുമന്ന ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇടിക്കും. ഇതിൻ്റെ കൂടെ ചേർത്ത് ഇടിച്ച് ചേർക്കുമ്പോൾ ഇതിൻ്റെ ദശക്കകത്തോട്ട് ആ മസാല ഐറ്റംസ് എല്ലാം കയറും, എന്നിട്ട് വറക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. നോക്കും. ഇതിപ്പോൾ എനിക്ക് മടിയായ കാരണം കൂട്ടുകാരനെ കൊടുത്ത് ചിലപ്പോൾ അവന് ഇടിച്ച് വറുത്ത് തരും. നോക്കാം നമുക്ക്. ഇതിനകത്തേ ഒരു ഞവണിക്ക കിട്ടി ചെമ്മീൻ്റെ കൂടുതൽ കേട്ടോ. ഇതുണ്ടോ, ഇത് അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് കാണിച്ച ഇവന്മാരെ നമ്മൾ കുറേ പെറുക്കിയിട്ട് ഇടിച്ച് വറുക്കണം കേട്ടോ. ബിയറൊക്കെ കൂട്ടി അടിക്കണത് ഞാനും എൻ്റെ കൂട്ടുകാരൻ. കിടിലൻ സാധനം കേട്ടോ. ഇപ്പം നമ്മൾ ഇവനെ എടുക്കണില്ല, കളയുവാണ്. അതിന് നല്ലപോലെ കയറി വരുന്ന സമയമുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനെയൊക്കെ നമ്മൾ ഇടിച്ച് വറുക്കും കേട്ടോ. കിടിലൻ ടേസ്റ്റുള്ള സാധനം ഞവണിക്ക കേട്ടോ. അപ്പോൾ ഇവൻ നമ്മൾ കളഞ്ഞേക്കോ പൊക്കോ. പിന്നെ വെറുതെ ഒരു ചോദ്യം, ഏറ്റവും നല്ല നാടൻ മീൻ കിട്ടുന്ന സ്ഥലം എവിടെയാണ്? ഏറ്റവും ടേസ്റ്റുള്ള നാടൻ മീൻ കിട്ടുന്ന സ്ഥലം? എല്ലാ സ്ഥലത്തെയും നാടൻ മീൻ എൻ്റെ അറിവിൽ കേട്ടോ, എല്ലാ സ്ഥലത്തെയും മീനുകളെല്ലാം ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ വെള്ളങ്ങളുടെ വ്യത്യാസം വരുമേ. എന്നാ സംഭവം വെച്ചാൽ ചില സ്ഥലത്ത് ഉപ്പുള്ള സ്ഥലത്ത് മീനിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും, ശുദ്ധജലമുള്ള സ്ഥലത്തിൽ വ്യത്യാസം വരും, കലക്കമുള്ള സ്ഥലത്ത് വ്യത്യാസം വരും, അങ്ങനെയൊക്കെ വ്യത്യാസം വരും കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് മാത്രം ടേസ്റ്റുള്ള മീനുകളൊന്നും ഇല്ല കേട്ടോ. വെള്ളത്തിൻ്റെ അനുസരിച്ചാണ് ടേസ്റ്റ് വ്യത്യാസം വരും. എന്നാലും വെറുതെ ചോദിക്കുന്നേ അല്ലേ, എല്ലാവരും അഭിപ്രായം ഒന്ന് പറയട്ടാ. ഇതിനകത്ത് നല്ലപോലെ ചെമ്മീനുണ്ട്, പോക്കട്ടെ. പൊങ്ങി വാ. ഇതിനകത്ത് തീറ്റ തീർന്നിട്ടില്ല കേട്ടോ, കുറച്ച് തീറ്റ കിടപ്പുണ്ട്. ചെമ്മീൻ ചാറണുണ്ടോ? അത് കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ പോലെ ഇതിനകത്ത് നല്ലപോലെ ചെമ്മീനുണ്ടേ. എന്താ കുഴപ്പമില്ല ചെമ്മീനെ. എന്താ ഈ മീൻ കണ്ട, ഇത് ഞങ്ങളുടെ നാട്ടിൽ ചില്ലാങ്കൂരി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഈ കൂരി വർഗത്തിൽ തന്നെ പെട്ട സാധനമാണ്. പക്ഷേ ഇത് കൂരിയല്ല ശരിക്കും പറഞ്ഞാൽ. കൂരി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ മഞ്ഞക്കൂരി ഏട്ടക്കൂരി എന്ന് പറയല്ലേ, ആ കൂരി വർഗത്തിൽ തന്നെ പെട്ട സാധനമാണ്. ചെറിയ ഇത്രയും വലിപ്പമാവുള്ളൂ കേട്ടോ ഈ സാധനം. ഇതുണ്ടോ, ഇവൻ കുത്തിയാലും നല്ല സുഖമായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാട്ടോ ഇവൻ. ഇവനെ വെട്ടിയെടുക്കാനൊക്കെ പാടായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. ഞാനിത് പറയാൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരനോട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, പറഞ്ഞ് ഇത് കൂരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയം ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചുമ്മാ എല്ലാവരും അറിയിക്കാൻ വേണ്ടി കാണിച്ചാണ്. എന്താ ചില്ലാങ്കൂരി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായി മീനിന്. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ കൂടി വെച്ചിട്ട് ഇത്രയും ചെമ്മീൻ കിട്ടി കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ലപോലെ ചെമ്മീനുണ്ട്. അപ്പോൾ നമുക്ക് നാളെ പോലെ നമ്മുടെ കുറച്ച് കൂടുതൽ കൂട് വെക്കാവേ. എന്നിട്ട് ഇതേ സമയത്ത് പൊക്കിയാണ്, അതാകുമ്പോൾ പിന്നെ നീർനായുടെ ശല്യം ഉണ്ടായല്ലോ. ഇതുണ്ടോ നല്ലപോലെ ചെമ്മീൻ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി നിർത്താവേ. പിന്നെ എന്നിട്ട് എന്നാ അറിയാം, ഈ മീനെയൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഇറങ്ങാം കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ചാലേ, ഇപ്പോൾ ഈ കടലിലൊക്കെ ട്രോളിങ്ങിൻ്റെ സമയമാണ്, നാടൻ മീനിനൊക്കെ നല്ല വിലയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവന്മാരെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് ഒന്നുകൂടി ഇറങ്ങാവേ. അടിപൊളി പണി കിട്ടി കേട്ടോ. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി മഴ കേട്ടോ. കിട്ടിയില്ല മഴ. അപ്പോൾ നോക്കട്ടെ കേട്ടോ, മഴയൊക്കെ മാറുവാണെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കാം, വെള്ളം കലങ്ങിയിട്ടില്ലെങ്കിൽ. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അതെ ഇത്രയും നേരമായിട്ട് നമ്മളിവിടെ മഴ കുറഞ്ഞിട്ടില്ല. നല്ല കാറ്റും കൊണ്ട് നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പം തന്നെ സമയം 11:30 കഴിഞ്ഞ്. ഇനിയിപ്പോൾ ചെന്നാലും മീൻ കിട്ടും തോന്നില്ല കേട്ടോ. എന്നാ വെച്ചാൽ ഇറക്കമാകും. ഇപ്പോൾ ഇറക്കമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തോട്ടിലൊക്കെ വെള്ളം കലങ്ങി കഴിഞ്ഞാൽ പിന്നെ മീനൊന്നും കിട്ടില്ല, കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഇവിടെ നിർത്തുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, നമ്മുടെ അവസ്ഥ ഇതായതുകൊണ്ടാണ്. നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച നല്ല അടിപൊളി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേണേ. അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.